നടത്തറ പഞ്ചായത്ത് ഓഫീസ് കോൺഗ്രസ് മെമ്പർമാർ ഉപരോധിച്ചു. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. ഉപരോധ സമരത്തിനിടെ ഭരണസമിതി അംഗത്തെ കോൺഗ്രസ് പ്രവർത്തകർ തള്ളിയിട്ടതായി പരാതി. തൃശൂർ വടക്കേച്ചിറയ്ക്ക് സമീപമുള്ള വില്ലേജ് ഓഫീസിൽ മോഷണശ്രമം. ഓഫീസിന്റെ മുൻഭാഗത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തി. ചാലക്കുടി മേലൂരിൽ വീട്ടമ്മയെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് പണം തട്ടിയ സംഭവം. വീട്ടമ്മയുടെ പരാതിയിൽ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. കേരള ലോട്ടറി ടിക്കറ്റ് നിരക്കും സമ്മാനഘടനയും മാറ്റിയത് തിരിച്ചടിയാകുന്നു. ടിക്കറ്റ് വിൽപ്പന കുത്തനെ കുറഞ്ഞതായി വിൽപ്പനക്കാർ. ലോട്ടറി വിൽപ്പന മേഖല പ്രതിസന്ധിയിൽ. അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് അനുകൂല തീരുമാനം വന്നതോടെ ഗുരുവായൂരിലും പ്രതീക്ഷയുടെ ചൂളം വിളി. ഗുരുവായൂർ തിരുനാവായ പാത യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടുമെന്ന് പ്രതീക്ഷ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കടവല്ലൂർ പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണി ഉയർത്തുന്നു. വിള്ളൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നത് യാത്രക്കാർക്ക് ആശങ്കയ്ക്കിടയാക്കുന്നു. തൃശൂർ മൃഗശാലയുടെ ചുറ്റുമതിൽ തകർച്ചാ ഭീഷണിയിൽ. മതിൽ നിർമ്മാണത്തിനുള്ള തുക പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടും നിർമ്മാണം ആരംഭിച്ചില്ല. നമസ്കാരം, വാർത്തകൾ വിശദമായി. നടത്തറ പഞ്ചായത്ത് ഓഫീസ് കോൺഗ്രസ് അംഗങ്ങൾ ഉപരോധിച്ചു. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. സ്ഥലം മാറിപ്പോയ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പകരം പുതിയ ഉദ്യോഗസ്ഥനെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. AE ഇല്ലാത്തതുമൂലം പഞ്ചായത്തിലെ പല പദ്ധതികളും മുടങ്ങിക്കിടക്കുകയാണെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ബിന്ദു കാട്ടുങ്ങൽ, TP മാധവൻ, മിനി വിനോദ്, ദീപ അനീഷ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. അതേസമയം ഉപരോധത്തിനിടെ LDF വനിതാ അംഗത്തെ കോൺഗ്രസ് പ്രവർത്തകർ തള്ളിയിട്ടതായി ആരോപിച്ച് LDF അംഗങ്ങൾ രംഗത്തു വന്നു. വാർഡംഗം ജിനിത സുഭാഷിനെയാണ് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിയിട്ടതെന്നാണ് പരാതി. പഞ്ചായത്ത് അംഗം വീഴുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വിജയകുമാറിനെതിരെയാണ് ഭരണസമിതി അംഗങ്ങൾ മണ്ണുത്തി പോലീസിൽ പരാതി നൽകിയത്. തൃശൂർ വടക്കേച്ചിറയ്ക്ക് സമീപമുള്ള വില്ലേജ് ഓഫീസിൽ മോഷണശ്രമം. ഓഫീസിന്റെ മുൻഭാഗത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നത്. അലമാരകളുടെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തിയതായി ജീവനക്കാർ പറഞ്ഞു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. വില്ലേജ് ഓഫീസറുടെ പരാതിയിൽ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. ചാലക്കുടി മേലൂരിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ വീട്ടമ്മയുടെ 40,000 രൂപ നഷ്ടപ്പെട്ട സംഭവത്തിൽ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. ഗൂഗിൾ പേ വഴി 40,000 രൂപ തട്ടിയെടുത്ത ആളുകളെ കണ്ടെത്തുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആദ്യ നടപടി. പോലീസ് വേഷത്തിൽ വീട്ടമ്മയുമായി വീഡിയോ കോളിൽ ബന്ധപ്പെട്ട ആളുകളുടെ നമ്പറും അന്വേഷിക്കുന്നുണ്ട്. വേലൂർ കൂവക്കാട്ടുകുന്നിൽ ട്രീസയുടെ പണമാണ് നഷ്ടപ്പെട്ടത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇവർ ഗൂഗിൾ പേ നമ്പറുകളിലേക്ക് പണം അയച്ചത്. ബാങ്ക് അക്കൗണ്ടിലുള്ള 2,60,000 രൂപയും അയച്ചു കൊടുക്കണമെന്നായിരുന്നു പോലീസ് വേഷത്തിൽ പരിചയപ്പെടുത്തിയ തട്ടിപ്പുകാർ ഹിന്ദിയിൽ സംസാരിച്ചത്. ഇത്രയും തുക ബാങ്ക് വഴി അയക്കാനുള്ള സാങ്കേതിക തടസ്സമാണ് ഒരു പരിധിവരെ ട്രീസയ്ക്ക് അനുഗ്രഹമായത്. 40,000 രൂപ ഗൂഗിൾ പേ വഴി അയച്ചു കഴിഞ്ഞപ്പോൾ സംശയം തോന്നിയ ഇവർ അയൽക്കാരോട് വിവരം പറയുകയും പിന്നീട് കൊരട്ടി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. കേരള ലോട്ടറിയുടെ ടിക്കറ്റ് നിരക്കും സമ്മാനഘടനയും മാറ്റിയത് തിരിച്ചടിയാകുന്നു. ടിക്കറ്റ് വിൽപ്പന കുത്തനെ കുറഞ്ഞതായി വിൽപ്പനക്കാർ. ലോട്ടറി വിൽപ്പന മേഖല പ്രതിസന്ധിയിൽ. ലോട്ടറി നറുക്കെടുപ്പിന്റെ സമ്മാനഘടന മാറ്റി സമ്മാനങ്ങളുടെ എണ്ണം ഉയർത്തിയാൽ വൻ സ്വീകാര്യത കിട്ടുമെന്നായിരുന്നു ലോട്ടറി വകുപ്പിന്റെ പ്രതീക്ഷ. സ്വീകാര്യത കിട്ടിയില്ലെന്ന് മാത്രമല്ല, വൻ തിരിച്ചടിയാവുകയും ചെയ്തു. ടിക്കറ്റുകളുടെ വിൽപ്പന പകുതിയോളം കുറഞ്ഞതായി ലോട്ടറി വിൽപ്പനക്കാർ പറയുന്നു. മെയ് 2 മുതലാണ് പുതിയ സമ്മാനഘടന നടപ്പാക്കിയത്. ഒന്നാം സമ്മാനം 1 കോടി രൂപയായി ഉയർത്തി. ടിക്കറ്റ് നിരക്ക് 40 നിന്ന് 50 രൂപയാക്കി. ഒരു നറുക്കെടുപ്പിൽ 3 ലക്ഷം സമ്മാനം നൽകിയിരുന്നിടത്ത് അത് ഇരട്ടിയാക്കി. പക്ഷേ സമ്മാനങ്ങളുടെ തുക കുറച്ചു. 1 കോടിയിൽ പരം ടിക്കറ്റ് അടിച്ചിരുന്നിടത്ത് ലോട്ടറി വകുപ്പ് 10 ലക്ഷം ടിക്കറ്റ് കുറച്ചിട്ടുണ്ട്. പക്ഷേ ടിക്കറ്റ് നിരക്ക് കൂട്ടിയതിനാൽ ലോട്ടറി വകുപ്പിന് നഷ്ടമില്ല, കൂടുതൽ ലാഭം മാത്രം. എന്നാൽ വയറ്റത്തടിച്ചത് ലോട്ടറി വിൽപ്പനക്കാർക്കാണ്.
പതിവായി ലോട്ടറി എടുക്കുന്നവർ എടുക്കുന്ന ടിക്കറ്റിന്റെ എണ്ണം കുറച്ചു. എന്നിട്ടും ടിക്കറ്റ് ബാക്കിയാവുകയാണെന്ന് ലോട്ടറി വിൽപ്പനക്കാർ പറയുന്നു. മെയ് 2-ാം തീയതിക്ക് ശേഷം വളരെ മോശമാണ് കച്ചവടം. പകുതി ആണല്ലോ ടിക്കറ്റ് വിൽക്കണില്ല. ഇപ്പോൾ പല ദിവസങ്ങളിൽ ബാക്കിയാണ്, കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ കച്ചവടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത അവസ്ഥയാണ് ഇപ്പോൾ. ലോട്ടറി ടിക്കറ്റിന്റെ വില 40 രൂപയിൽ നിന്ന് 50 രൂപയാക്കിയത് തിരിച്ചടിയായതായി പറയുന്നു. വിൽപ്പന കമ്മീഷനും പ്രൈസ് കമ്മീഷനും കുറച്ചു. ലോട്ടറി വിൽപ്പനയോടെയുള്ള ഉപജീവനവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രതിസന്ധിയിലാണെന്ന് സാധാരണക്കാരായ ലോട്ടറി വിൽപ്പനക്കാർ പറയുന്നു. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. അങ്കമാലി ശബരി റെയിൽപാതയ്ക്കുള്ള നടപടികൾക്ക് കേന്ദ്രത്തിൽ നിന്ന് അനുകൂല തീരുമാനം വന്നതോടെ ഗുരുവായൂരിലും പ്രതീക്ഷയുടെ ചൂളം വിളി. ഗുരുവായൂർ തിരുനാവായ പാതയുടെ കാര്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ ഇടപെടൽ കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ക്ഷേത്രനഗരിയുടെ വികസനത്തിൽ നാഴികക്കല്ലായി മാറുന്ന പദ്ധതിയാണ് ഗുരുവായൂർ തിരുനാവായ റെയിൽപാത. വടക്കോട്ടുള്ള ഈ പാത യാഥാർത്ഥ്യമായാൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. 1982 പ്രഖ്യാപനം നടന്നെങ്കിലും പാത പേരിലൊതുങ്ങി. ആദ്യം ഗുരുവായൂർ കുറ്റിപ്പുറം, പിന്നീട് തിരൂരും താനൂരും, ഒടുവിൽ തിരുനാവായയുമായി പദ്ധതിയുടെ പേര് മാറി. 1995 ഡിസംബർ 17 പദ്ധതിക്ക് തറക്കല്ലിട്ടു. ആ വർഷം 37 കോടി രൂപ വകയിരുത്തി. എന്നാൽ ഇപ്പോൾ ചുവപ്പ് സിഗ്നലിൽ കുടുങ്ങിക്കിടക്കുകയാണ് പദ്ധതി. തിരുനാവായയിലേക്കുള്ള 35 കിലോമീറ്റർ ദൂരത്തിൽ പകുതിയിലേറെ സർവേ നടത്താനുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണ്. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പദ്ധതിക്ക് പുതുജീവൻ നൽകാൻ ജനപ്രതിനിധികളും ശക്തമായി ഇടപെടണം. അത്തരം നീക്കങ്ങൾക്ക് കാത്തിരിക്കുകയാണ് വികസന പ്രേമികൾ. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിന് നടുവിലെ പാലത്തിന് മുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. ചെറുതായി കണ്ടിരുന്ന വിള്ളൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചത് ആശങ്ക ഉയർത്തുന്നു. നിലവിൽ ഈ പാലത്തിന് അടിഭാഗത്ത് പലയിടങ്ങളിലായി കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തുവന്ന നിലയിലാണ്. റോഡുകളിലെ വിള്ളലും പാലത്തിന്റെ അടിയിലെ ശോചനീയാവസ്ഥയും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നുവെങ്കിലും മറ്റു നടപടിയിലേക്കൊന്നും കടന്നിട്ടില്ല. 500 മീറ്ററോളം നീളമുള്ള പാലത്തിലെ വിള്ളൽ വലിയ ആശങ്ക ഉയർത്തുന്നതായി പ്രദേശവാസികളും യാത്രക്കാരും പറഞ്ഞു. ശക്തമായ മഴ തുടരുന്നതും വെള്ളത്തിന്റെ ഒഴുക്ക് ദിനംപ്രതി കൂടി വരുന്നതും പ്രതിസന്ധിയാണ്. പാലത്തിന്റെ ഉറപ്പ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ പൊളിച്ചു പണിയുന്നതിന് ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കുന്നംകുളം. തൃശൂർ മൃഗശാലയുടെ ചുറ്റുമതിൽ തകർച്ചാ ഭീഷണിയിൽ. മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണിട്ടും പുനർനിർമ്മിച്ചിട്ടില്ല. മതിൽ നിർമ്മാണത്തിനുള്ള തുക പൊതുമരാമത്ത് വകുപ്പിനെ കൈമാറിയിട്ടുണ്ടെന്ന് മൃഗശാല സൂപ്രണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മൃഗശാലകളിൽ ഒന്നാണ് തൃശൂർ മൃഗശാല മ്യൂസിയം. തൃശൂർ ചെമ്പൂക്കാവിൽ 13.5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മൃഗശാലയുടെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണിട്ട് മാസങ്ങളായെങ്കിലും ഇനിയും അത് പുനർനിർമ്മിച്ചിട്ടില്ല. മതിലിന്റെ മറ്റു ഭാഗങ്ങളും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ്. എന്നാൽ തകർന്നു വീണ ഭാഗത്തെ മതിൽ പുനർനിർമ്മിക്കാനുള്ള പണം PWDക്ക് കൈമാറിയിട്ടുണ്ടെന്നും മതിലിന്റെ മറ്റു ഭാഗങ്ങളും സമയബന്ധിതമായി പുനർനിർമ്മിച്ച് സംരക്ഷിക്കുമെന്നും തൃശൂർ മ്യൂസിയം മൃഗശാല സൂപ്രണ്ട് TV അനിൽകുമാർ പറഞ്ഞു. മ്യൂസിയത്തിൻ്റെ മതിലിൻ്റെ എല്ലാ ഭാഗവും നന്നാക്കുന്നതിന് നമ്മൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് PWD വിഭാഗത്തിന് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PWD ടെൻഡർ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. വൈകാതെ തന്നെ അതിൻ്റെ ബാക്കി പണികൾ പൂർത്തിയാക്കി. ചുറ്റുമതിൽ നമ്മൾ കഴിഞ്ഞ വർഷം അതിന് മുമ്പുള്ള വർഷങ്ങളൊക്കെ ഓരോ മോശമായ ഭാഗങ്ങൾ നോക്കി ഘട്ടം ഘട്ടമായിട്ട് അത് മുഴുവനായിട്ടും ചുറ്റുമതിൽ നന്നാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹിപ്പോ കോമ്പൗണ്ടിൻ്റെ ഭാഗത്ത്, അതുപോലെ ക്യാൻറ്റീൻ്റെ സൈഡ്, ഫ്രണ്ട് ഏരിയ മുഴുവനും നമ്മൾ നന്നാക്കിയെടുത്തു കഴിഞ്ഞ വർഷങ്ങളിൽ. ഇനി അതിൻ്റെ പിറകുവശത്ത് PWDയുടെ ആ ഭാഗമായിട്ട് സിമോക്കൂണിൻ്റെ പിറകുവശത്തായുള്ള ഏരിയ, അതുപോലെ MTIയുടെ ഭാഗത്തും നന്നാക്കുന്നതിന് PWD വിഭാഗത്തിന് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. തൃശൂർ നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള മൃഗശാലയിൽ കടുവ, സിംഹം, മാനുകൾ, ഹിപ്പോപ്പൊട്ടാമസുകൾ, വിവിധതരം പക്ഷികൾ, മുതലകൾ തുടങ്ങി നിരവധി പക്ഷി മൃഗാദികളുടെയും ഉരകങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. അപൂർവ വൃക്ഷങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ മരങ്ങളും ഇവിടെയുണ്ട്. ദിവസേന ശരാശരി 2000-ഓളം പേർ സന്ദർശിക്കുന്ന ഈ മൃഗശാലയിൽ ശനി, ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 1885 പ്രവർത്തനമാരംഭിച്ച ഈ മൃഗശാലയുടെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്നത്. ഈ മതിലിനോട് ചേർന്നുള്ള ഭാഗം അനധികൃത വാഹന പാർക്കിംഗ് കേന്ദ്രവും സാമൂഹിക വിരുദ്ധരുടെ താവളവുമായി മാറിയിരിക്കുകയാണ്. മതിലിന്റെ മുകളിലുള്ള കമ്പിവേലിയും പല ഭാഗങ്ങളിലും തകർന്നു കിടക്കുകയാണ്. TCV തൃശൂർ. കൊണ്ടാഴി ഒറ്റപ്പാലം റോഡിൽ തളി ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ട ബസ്സിന് പുറകിൽ കാറിടിച്ച് കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു.
ബസ് സ്റ്റോപ്പിൽ ആളെ കയറ്റാൻ നിർത്തിയ ബസ്സിനു പുറകിലാണ് കാർ ഇടിച്ചത്. കാർ ഡ്രൈവർ കൊണ്ടാഴി സ്വദേശിക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നു. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. കോവിഡ് ബാധിച്ച് മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 4 പേർ മരിച്ചു. പനിയും ശ്വാസസംബന്ധമായ അസുഖങ്ങളും കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും കോവിഡ് പരിശോധന നടത്തണമെന്ന് മാർഗനിർദ്ദേശമുണ്ട്. ആന്റിജൻ ടെസ്റ്റ് നടത്തി ഫലം നെഗറ്റീവാണെങ്കിലും രോഗലക്ഷണം തുടരുന്നുണ്ടെങ്കിൽ RT-PCR ടെസ്റ്റ് നടത്തണം. കോവിഡ് ബാധിതരിൽ ശ്വാസതടസ്സം, നെഞ്ചുവേദന, തളർച്ച, രക്തസമ്മർദ്ദ വ്യതിയാനം എന്നിവ അപായ ലക്ഷണങ്ങളാണ്. കുട്ടികളിൽ മയക്കം, ഭക്ഷണം കഴിക്കാൻ മടി, വിറയൽ, ശ്വാസതടസ്സം എന്നിവയും നിരീക്ഷിക്കണം. രോഗലക്ഷണമുള്ളവർ നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഗുരുവായൂർ തെക്കേനടയിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരായ എളവള്ളി കുഴിക്കണ്ടത്തിൽ സനിൻ, കാരക്കാട് കൊങ്ങണം വീട്ടിൽ നിഹാൽ, ഓട്ടോ ഡ്രൈവർ തയ്യിൽ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. യാത്രക്കാരുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ പഞ്ചാരമുക്ക് ഭാഗത്തു നിന്ന് വന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ ഡ്രൈവർ റോഡിലേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റവരെ പോലീസ് ജീപ്പിൽ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ബോബി ചെമ്മണ്ണൂർ നടിക്കെതിരെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ദ്വയാർത്ഥ പ്രയോഗങ്ങളെന്നും കുറ്റപത്രത്തിലുണ്ട്. 2 വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ലൈംഗിക അധിക്ഷേപത്തിന് പുറമെ പിന്തുടർന്ന് ശല്യം ചെയ്തതിന്റെ വകുപ്പും ചുമത്തി. സമൂഹമാധ്യമങ്ങളിലൂടെ പലർക്കുമെതിരെ ഇയാൾ നടത്തിയ ലൈംഗിക അധിക്ഷേപത്തിന്റെ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അഭിമുഖങ്ങളുടെ വീഡിയോ ക്ലിപ്പുകളും നടിയുടെ രഹസ്യമൊഴിയും സാക്ഷിമൊഴികളും നിർണായകമാണ്. നടിയുടെ പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുഹമ്മദ് നിഷാം പരോളിൽ പുറത്തിറങ്ങി. വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവു ശിക്ഷ അനുഭവിക്കുന്ന നിഷാമിന് ആദ്യമായി ലഭിക്കുന്ന പരോളാണിത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കം തീർക്കുന്നതിന് പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് വ്യവസ്ഥകൾ തീരുമാനിക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. കുറ്റകൃത്യം നടന്ന പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത്, എല്ലാ ദിവസവും വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, സ്റ്റേഷൻ പരിധി വിട്ട് പോകരുത് തുടങ്ങിയ നിബന്ധനകളായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇത് അംഗീകരിച്ചാണ് ഹൈക്കോടതി നിഷാമിനെ 15 ദിവസത്തെ പരോൾ അനുവദിച്ചത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡിൽ കുഴിയെടുത്തതിനെ തുടർന്ന് യാത്രാ ദുരിതത്തിലായി നാട്ടുകാർ. അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പ്രധാന പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനാണ് തച്ചപ്പള്ളി റോഡിൽ 1 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് കുഴിച്ചത്. മഴ പെയ്തതോടെ ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണിപ്പോൾ. ഞങ്ങൾ അവരോട് റോഡ് പൊളി തുടങ്ങിയപ്പോൾ പറഞ്ഞ് മഴ കാരണം ഇവിടെ പൊളിക്കണ്ട, അതൊന്നും പറ്റൂല, ഞങ്ങൾക്ക് ഇപ്പോൾ ഈ മാസം തന്നെ പൊളിച്ച് പണിയണം. വാട്ടർ അതോറിറ്റിയിൽ പൈസ അടയ്ക്കാത്തതിൻ്റെ പേരിലാണ് ഇത്രയും നാൾ നീണ്ടുപോയത്. ഇപ്പോഴാണ് മുനിസിപ്പാലിറ്റിയിൽ അടച്ചേക്കുന്നത്. അത് ഈ 1 മാസം കൊണ്ട് പൊളിച്ച് കൊടുത്തില്ലെങ്കിൽ കോൺട്രാക്ടർമാർക്ക് പൈസ കിട്ടൂല എന്നാണ് പറയുന്നത്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വണ്ടി ഓട്ടോറിക്ഷ കുഴിയിലും ചെളിയിലും ഇട്ട് ഓടിച്ച് വളരെ ആവശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 വീലറിന് വരുന്ന പെൺകുട്ടികൾ വീഴുകയും 15 ദിവസം ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ നാട്ടുകാരും കഷ്ടപ്പെടുന്നു. ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലൂടെയുള്ള യാത്ര അപകടകരമായി മാറിയിരിക്കുകയാണ്. പുല്ലൂറ്റ് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പൈപ്പ് സ്ഥാപിക്കലാണ് നടന്നുവരുന്നതെന്ന് വാർഡ് കൗൺസിലർ PN വിനയചന്ദ്രൻ പറഞ്ഞു. നമ്മൾ ഏറെ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്താണ് അമൃത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നിരന്തരമുണ്ടാകുന്ന പൈപ്പ് പൊട്ടൽ, ആ പൊട്ടലിനൊരു പരിഹാരം കൂടിയാണ് അത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റീസ്റ്റോറേഷൻ പരിപാടികൾ ഉടനെ തന്നെ, ഈ മഴ ഒന്ന് ശമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തുടങ്ങും. എന്തായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് പരിഹരിക്കാനുള്ള നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ
കൗൺസിൽ എന്ന രീതിയിലും അല്ലെങ്കിൽ മറ്റുള്ള നഗരസഭയും അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ, കുഴിയെടുത്ത റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വിനയചന്ദ്രൻ അറിയിച്ചു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ് നൽകുന്ന സംസ്ഥാന പരിസ്ഥിതി മിത്രം പുരസ്കാരം ഗുരുവായൂർ നഗരസഭയ്ക്ക്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ആദരിക്കുന്നതിനാണ് പുരസ്കാരം. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിസ്ഥിതി ദിനാചരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. പട്ടിക്കാട് ചെമ്പൂത്രയിൽ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെമ്പൂത്ര തറയിൽ രാമചന്ദ്രന്റെ മകൻ 36 വയസ്സുള്ള രഞ്ജിത്താണ് മരിച്ചത്. കരൾ രോഗം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു രഞ്ജിത്ത്. തൃശൂർ നായ്ക്കനാൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ബട്ടീസ് സീബ്ര അഴിച്ചുമാറ്റിയത് കാഴ്ചാ പരിമിതർ അടക്കമുള്ള കാൽനടയാത്രികർക്ക് ദുരിതമാകുന്നു. ഏറെ തിരക്കുള്ള നായ്ക്കനാൽ സിഗ്നൽ ജംഗ്ഷനിൽ കാഴ്ചാ പരിമിതർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ സ്ഥാപിച്ച ബട്ടീസ് സീബ്രയാണ് പൂരത്തോടനുബന്ധിച്ച് അഴിച്ചുമാറ്റിയത്. എന്നാൽ ഇതുവരെയും അത് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇത് കാഴ്ചാ പരിമിതർക്ക് മാത്രമല്ല മറ്റു കാൽനടയാത്രികർക്കും ദുരിതമായി മാറുകയാണ്. ചുവന്ന സിഗ്നൽ ലൈറ്റ് തെളിഞ്ഞാലും വാഹനങ്ങൾ നിർത്താതെ പോകുന്ന സാഹചര്യത്തിൽ ഉയർന്ന ശബ്ദമുള്ള ബട്ടീസ് സീബ്ര അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാണ് കാഴ്ചാ പരിമിതർ അടക്കമുള്ള കാൽനടയാത്രികരുടെ ആവശ്യം. തൃശൂർ ട്രാഫിക് പോലീസിലെ ഇൻസ്പെക്ടർ ബോബിയാണ് ഈ നൂതന ആശയത്തിന് പിന്നിൽ. ഈ സിഗ്നൽ സംവിധാനം വിജയകരമായാൽ മറ്റ് സിഗ്നൽ പോയിന്റുകളിലേക്കും ശബ്ദ സംവിധാനത്തോടെയുള്ള ബട്ടീസ് സീബ്ര സ്ഥാപിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും മറ്റൊരിടത്തും ഇത് പ്രാവർത്തികമായിട്ടില്ല. അതേസമയം ബട്ടീസ് സീബ്ര ഞായറാഴ്ച പുനഃസ്ഥാപിക്കുമെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. കർഷകർക്ക് വേണ്ടി ലോകബാങ്ക് നൽകിയ 139 കോടി രൂപ വകമാറ്റി ചിലവഴിച്ചതിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മോഹനൻ കള്ളാടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫിനോയ് സുബ്രഹ്മണ്യൻ, മിനി വിനോദ്, KN ഗോവിന്ദൻകുട്ടി, PG വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി TCV സെഗ്മെന്റ് പള്ളിക്കൂടങ്ങൾ തുറക്കുമ്പോൾ. വിദ്യാർത്ഥികൾ ലഹരിമരുന്നിന്റെ മായാവലയത്തിൽ അകപ്പെടാതിരിക്കാനായി വേറിട്ട പദ്ധതിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. വിദ്യാർത്ഥികൾക്കായി കരുതലായി കാവലായി പദ്ധതിയുമായി പോലീസും. ലഹരിമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണത്തിൽ മുതിർന്നവരുടെ ഉപദേശങ്ങൾ അടിച്ചേൽപ്പിക്കാതെ വിദ്യാർത്ഥികളുടെ തന്നെ അഭിപ്രായ രൂപീകരണത്തിന് അവസരം നൽകണമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ലഹരിയുടെ അപകടത്തെക്കുറിച്ച് പറയുകയും അഭിപ്രായ രൂപീകരണം നടത്തുകയും ചെയ്യുന്നതാണ് ഉചിതമെന്ന വിലയിരുത്തലിന്റെ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതുമയാർന്ന നിർദ്ദേശം. കഴിഞ്ഞ 2 മാസം അധ്യാപകരുടെ അവധിക്കാല പരിശീലന സമയത്ത് അവരോട് ലഹരി വിരുദ്ധ മൊഡ്യൂളുകൾ തയ്യാറാക്കുവാനും ലഹരി വിരുദ്ധ മനോഭാവം കുട്ടികൾ വളർത്തുന്നതിനെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ രൂപപ്പെടുത്തുവാനും നിർദ്ദേശം നൽകിയിരുന്നു. ആദ്യത്തെ 2 ആഴ്ചയിൽ എല്ലാ ദിവസവും ഓരോ മണിക്കൂർ വീതം വ്യക്തിത്വ വികസനം മാറ്റിവെക്കുകയും അതിൽ കുറച്ച് ഭാഗം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെക്കുകയും ചെയ്യണമെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനായിട്ട് അതിൽ സഹായിക്കാനായിട്ട് തെളിവാനം വരയ്ക്കുന്നവർ എന്ന പേരിൽ ഒരു മൊഡ്യൂൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി വിദ്യാലയങ്ങളിലേക്ക് നൽകിയിട്ടുള്ളതാണ്. അതുപ്രകാരം വിദ്യാലയങ്ങളോട് മുതിർന്നവരുടെ മനോഭാവങ്ങൾ കുട്ടികളെ അടിച്ചേൽപ്പിക്കാതെ കുട്ടികൾ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടും കുട്ടികൾക്കിടയിൽ സ്കിറ്റ്, റോൾ പ്ലേ പോലുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയും അവർക്കിടയിൽ ലഹരി വിരുദ്ധ മനോഭാവം വളർത്തിയെടുക്കണമെന്നാണ് നമ്മൾ നിഷ്കർഷിച്ചിട്ടുള്ളത്. ഈ മാസം 13 വരെ വിദ്യാർത്ഥികളുമായി ലഹരിമരുന്ന് വിഷയങ്ങൾ ചർച്ചാവിധേയമാക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ കാഴ്ചപ്പാട് ഉൾക്കൊണ്ട് ബോധവൽക്കരണം നൽകും. ലഹരിമരുന്നിനെതിരായി വിദ്യാർത്ഥികളുടെ നാടകം, സംവാദം, സെമിനാർ, മറ്റ് കലാപരിപാടികൾ തുടങ്ങിയവയും ഈ ദിവസങ്ങളിൽ അരങ്ങേറും. ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാതിപ്പെട്ടിയിലൂടെ രഹസ്യമായി അറിയിക്കാനും അത് പോലീസ് ഉദ്യോഗസ്ഥനടങ്ങുന്ന സമിതി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കാനും വിദ്യാലയങ്ങളിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളിൽ നിന്ന് തന്നെ ലഹരി വിരുദ്ധ വിവരങ്ങൾ ലഭിക്കുവാനായിട്ട് അവർക്കിടയിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് നശാമുക്ത ഭാരത് അഭിയാന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ ഡ്രോപ്പ് ബോക്സ് സ്ഥാപിക്കുകയും കുട്ടികൾക്കിടയിൽ വിവരങ്ങൾ നൽകുവാനായിട്ട് നമ്മൾ പ്രചോദിപ്പിക്കുകയും ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥികളിൽ
ലഹരിമരുന്ന് വിരുദ്ധ അവബോധം വളർത്താനായി 1 വർഷം നീണ്ടു നിൽക്കുന്ന കരുതലായി കാവലായി പദ്ധതിയാണ് റൂറൽ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ റൂറൽ പോലീസ് പരിധിയിലുള്ള 500ഓളം സ്കൂളുകളിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങളുള്ള 2 ലക്ഷം നെയിം സ്ലിപ്പുകളും മിഠായികളും വിതരണം ആരംഭിച്ചു. വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് ലഹരിയുടെ ഉപയോഗമോ വിൽപ്പനയോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാനുള്ള യോദ്ധാവ് ആപ്പിന്റെയും ചിരി, ചൈൽഡ് ഹെൽപ്പ് ലൈൻ, എമർജൻസി ഹെൽപ്പ് ലൈൻ, സൈബർ ഹെൽപ്പ് ലൈൻ തുടങ്ങിയവയുടെ പ്രചാരണവും പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. TCV തൃശൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കേരള പോലീസ് ആവിഷ്കരിച്ച യോദ്ധാവ് പദ്ധതിയുടെ അധ്യയന വർഷ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PB രഘു, ഹെഡ് മിസ്ട്രസ് ഷൈനി ആൻഡോ, SMC ചെയർമാൻ നവാസ് പടുവിങ്ങൽ, SK കശ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. മട്ടത്തൂർ സ്വാശ്രയ കർഷക സമിതിക്ക് റെക്കോർഡ് നേട്ടം. കഴിഞ്ഞ സാമ്പത്തിക വർഷം 4.5 കോടിയുടെ ഉൽപ്പന്നങ്ങളാണ് വിറ്റഴിച്ചത്. വടക്കാഞ്ചേരി നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ. ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും കൂട്ടായ പ്രവർത്തന ഫലമായാണ് കഴിഞ്ഞ 3 വർഷക്കാലം വടക്കാഞ്ചേരി നഗരസഭ കേരളത്തിൽ ഏറ്റവും നല്ല 2ാമത്തെ നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത്. നഗരസഭയിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമെന്ന കോൺഗ്രസ് നേതാക്കളുടെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു ചെയർമാൻ. കഴിഞ്ഞ 4 വർഷക്കാലമായി, അതിനു മുമ്പ് 5 വർഷമായി വടക്കാഞ്ചേരി നഗരസഭയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തുരങ്കം വയ്ക്കുക എന്ന നിലപാടാണ് ഇപ്പോഴത്തെ ഭരണസമിതിയും അന്നത്തെ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോഴത്തെ ഭരണസമിതിയിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല 2ാമത്തെ നഗരസഭയായിട്ടുള്ള സ്വരാജ് ട്രോഫി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് നേടിത്തന്നത് ഈ ഉദ്യോഗസ്ഥന്മാരെയും കൂടി കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കൂട്ടായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ നഗരസഭയുടെ പൂർണ്ണമായ രീതിയിലുള്ള പ്രവർത്തനം നല്ലത് പോലെ തന്നെ വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് സംഘടിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത ഈ നഗരസഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുണ്ട് എന്ന് വരുത്തിത്തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം വടക്കാഞ്ചേരിയിലെ കോൺഗ്രസിന്റെ ചില പ്രാദേശിക നേതാക്കന്മാർ പത്രസമ്മേളനം വിളിച്ച് പറയുന്നത് അവർ തന്നെ സ്വയം ആലോചിച്ച് എന്താണ് അങ്ങനെ പറയുന്നത് ആലോചിക്കുന്നത് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. മട്ടത്തൂർ സ്വാശ്രയ കർഷക സമിതിക്ക് റെക്കോർഡ് നേട്ടം. കഴിഞ്ഞ സാമ്പത്തിക വർഷം 4.5 കോടിയുടെ ഉൽപ്പന്നങ്ങളാണ് വിറ്റഴിച്ചത്. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി ജില്ലയിൽ ഏറ്റവും കൂടുതൽ നേന്ത്രക്കായും പച്ചക്കറിയും ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന കർഷക കൂട്ടായ്മയെ മാറിയിരിക്കുകയാണ്. 350ഓളം കർഷകരാണ് സമിതിയിലെ അംഗങ്ങൾ. 2024-25 സാമ്പത്തിക വർഷത്തിൽ 1069 ടൺ ഉൽപ്പന്നങ്ങളാണ് കർഷകർ ഉൽപ്പാദിപ്പിച്ച് സമിതിക്ക് കീഴിലെ സ്വാശ്രയ ചന്തയിലൂടെ വിൽപ്പന നടത്തിയത്. 22 ഇനങ്ങളിലായുള്ള 793 ടൺ പഴവർഗ്ഗങ്ങളും 42 ഇനങ്ങളിലുള്ള 243 ടൺ പച്ചക്കറികളും ഇതിൽ ഉൾപ്പെടുന്നു. ആകെ വിറ്റുവരവുള്ള 4,41,51,859 രൂപയിൽ 89 ലക്ഷത്തോളം രൂപയുടെ കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ചത് സമിതിയിലെ 3 കർഷകരാണ്. മുരിക്കുങ്ങൽ ഗ്രൂപ്പിലെ PB ജിജേഷ്, KJ ആൻഡു, താളുപ്പാടത്തെ KA ജോമോൻ എന്നിവരാണ് മണ്ണിൽ പൊന്നു വിളയിച്ചത്. സമിതിയുടെ വാർഷിക പൊതുയോഗത്തിൽ ഇവരെ പ്രത്യേകം ആദരിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപ്പാദനം കുറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതിൽ കൂടുതൽ വിറ്റുവരവുണ്ടാക്കാൻ സമിതിക്ക് കഴിയുമായിരുന്നുവെന്ന് ഭാരവാഹികൾ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ മഴക്കെടുതിയും കടുത്ത ചൂടും
പച്ചക്കറിയുടെയും നേന്ത്രക്കായുടെയും ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. TCV ന്യൂസ്, കൊടകര. തെരുവുനായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്ന ചാലക്കുടി നഗരസഭയുടെ വാക്സിനേഷൻ ഡ്രൈവ് ആരംഭിച്ചു. നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും ചാലക്കുടി വെറ്റിനറി ആശുപത്രിയിലെ ഡോക്ടർമാരും ചേർന്നാണ് പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നത്. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, കൗൺസിലർ ജോർജ് തോമസ് തുടങ്ങിയവർ പടിഞ്ഞാറെ ചാലക്കുടിയിലെ വാക്സിനേഷൻ സമയത്ത് എത്തിയിരുന്നു. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചെറുമുക്കുമന വിഷ്ണുനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി ശങ്കർ നമ്പൂതിരി, കീഴ്ശാന്തി ദാമോദരൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. പഴുവിൽ ദേവസ്വം ഓഫീസർ PU നന്ദനൻ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. പാറളം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിവരുന്ന പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിച്ചു. ചേർപ്പ് വിദ്യാഭ്യാസ ഉപജില്ലയിൽ പാറളം പഞ്ചായത്ത് മാത്രമാണ് പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രഭാത ഭക്ഷണ വിതരണ ഉദ്ഘാടനം പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ നിർവഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പോൾ, വാർഡ് മെമ്പർ സ്മിനു മുകേഷ്, ഹെഡ് മിസ്ട്രസ് TK ശ്രീജ, PTA പ്രസിഡന്റ് റോസ്മേരി അപേഷ് എന്നിവർ സംസാരിച്ചു. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് 27 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ച സബ് എഞ്ചിനീയർ NR നന്ദകുമാറിനെ സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. ചെമ്പൂക്കാവ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. രേഖ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ V. ജയകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KB പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. 1998 മുതൽ തൃശൂർ നഗരത്തിലെ ജലവിതരണ രംഗത്ത് സജീവമായി പ്രവർത്തിച്ച നന്ദകുമാർ ചെറൂരിൽ നിന്നും മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്കുള്ള ശുദ്ധജല വിതരണ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. കാലിക്കറ്റ് സർവകലാശാല LLB പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അഡ്വക്കേറ്റ് ജൂലിയ ഷാജിനെ എരുമപ്പെട്ടി പൗരാവലി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ആദരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, സെക്രട്ടറി KR രാധിക, പൊതുപ്രവർത്തകരായ KT റിനോഡ്, PC അബാൽമണി, PT ജോസഫ്, AL ജോണി ആളൂർ, ഫാദർ സിബി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ജൂലിയ പാർവതി, അങ്ങനെയാണ് വിളിക്കുക. ഞങ്ങളുടെ ക്യാരക്ടർ ആഘോഷിക്കപ്പെടുന്ന എന്റെ പേര്. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംസ്ഥാന വുഷു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ വുഷു അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ജില്ല ഓവറോൾ ചാമ്പ്യനായി. മലപ്പുറം, തൃശൂർ ജില്ലകളാണ് 2-3 സ്ഥാനങ്ങൾ നേടി. വിജയികൾക്ക് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ വുഷു അസോസിയേഷൻ പ്രസിഡന്റ് KL മഹേഷ്, ചീഫ് കോച്ച് MV സന്ദീപ് എന്നിവർ സെക്കൻഡ് റണ്ണറപ്പിനുള്ള സമ്മാനം ഏറ്റുവാങ്ങി. ചൈനീസ് കിക്ക് ബോക്സിംഗ് ആയ വുഷുവിന്റെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഇതാദ്യമായാണ് തൃശൂരിൽ നടന്നത്. ചേർപ്പ് CNN ബോയ്സ് വിദ്യാലയത്തിലേക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി KSFE. KSFE തൃശൂർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ P. അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് PM രജനി അധ്യക്ഷത വഹിച്ചു. എക്കോ ക്ലബ്ബ് കൺവീനർ PS റോഷ്, KSFE ചേർപ്പ് ബ്രാഞ്ച് മാനേജർ JG ഷേർലി, അധ്യാപകരായ KD ഡിജിൽ, KR രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. മതിലകം പഞ്ചായത്ത് 16ാം വാർഡിൽ ഔഷധ സസ്യങ്ങളുടെ വിതരണവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK രാജു അധ്യക്ഷനായി. പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ, പഞ്ചായത്ത് അംഗങ്ങളായ EK ബിജു,
പ്രിയ ഹരിലാൽ, കെ സഗീർ, OS നഫീസ, OA ജെൻട്രിൻ, സഞ്ജയ് ശാർക്കര, VF രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് YMCA തൃശൂർ റീജിയനും ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്ററും സംയുക്തമായി തൃശൂർ ജില്ലയിലെ 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയും 10+2 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കും. ഈ മാസം 9-ന് തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന ആദരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഉപരിപഠനത്തിനും വിവിധ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനും കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരിക്കും. അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് QR കോഡ് ഉപയോഗിച്ച് രജിസ്ട്രേഷൻ ചെയ്യാം. തൃശൂർ സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി, ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ മാനേജിംഗ് പാർട്ണർ ഡോക്ടർ AC ജോസ്, തൃശൂർ YMCA പ്രസിഡന്റ് ഷാജി ചെറിയാൻ, ചൊവ്വൂർ YMCA സെക്രട്ടറി ജോസഫ് പുളിക്കൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. ഫാദർ പ്രവീൺ പുത്തൻചിറക്കാരൻ ഉദ്ഘാടനം ചെയ്തു. കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിതിൻ KN സെമിനാറിന് നേതൃത്വം നൽകി. ഹെഡ്മാസ്റ്റർ PF ജോസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. അതിനുശേഷം നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൈപ്പറമ്പ് പഞ്ചായത്ത് പെരിങ്ങന്നൂരിൽ പുതിയതായി നിർമ്മിച്ച വനിതാ യോഗ ഹാളിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ, പഞ്ചായത്ത് അംഗങ്ങളായ ബീന ബാബുരാജ്, സുഷിത ബാനിഷ്, അംഗൻവാടി അധ്യാപിക പ്രീത ഗോകുലൻ തുടങ്ങിയവർ സംസാരിച്ചു. AIYFന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിസ്ഥിതി വാരാചരണത്തിന്റെ ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട പാർട്ടി ഓഫീസ് അങ്കണത്തിൽ AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി മരം നട്ട് പരിസ്ഥിതി വാരാചരണം ഉദ്ഘാടനം ചെയ്തു. AIYF മണ്ഡലം പ്രസിഡന്റ് MP വിഷ്ണു ശങ്കർ അധ്യക്ഷത വഹിച്ചു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം കനിഷ്കൻ വല്ലൂർ, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ എന്നിവർ സംസാരിച്ചു. മണലൂർ നിയോജക മണ്ഡലം KTUCയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് M നേതാവ് KJ ജെയിംസ് അനുസ്മരണം വെള്ളിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വൈകിട്ട് 5-ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ ബാസ്റ്റ്യൻ താണിക്കൽ, സാംസൺ ചിരിയങ്കണ്ടത്ത്, CTP രാജു, തോമസ് ചെമ്മണ്ണൂർ, ദാസ് വെള്ളറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാടക്കത്തറ വെറ്റിലപ്പാറയിൽ വീട്ടിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. ഏറത്ത് വീട്ടിൽ സതീഷിന്റെ വീട്ടുമുറ്റത്താണ് കഴിഞ്ഞ ദിവസം രാത്രി മലമ്പാമ്പിനെ പിടികൂടിയത്. റെസ്ക്യൂ പ്രവർത്തകൻ സുധീഷ് കള്ളായി പാമ്പിനെ പിടികൂടി പൊങ്ങണംകാട് ഫോറസ്റ്റ് സ്റ്റേഷന് കൈമാറി. BJP സൗത്ത് ജില്ലാ സെക്രട്ടറി വിപിൻ പാറമേക്കാട്ടിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് NP സുധീർ അധ്യക്ഷനായി. അജിത് മേൽവീട്ടിൽ, ജോയ് മാതിരപ്പിള്ളി എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ ഈ സാമ്പത്തിക വർഷത്തിൽ 2,44 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി അറിയിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ചുനാമന വാണിവിലാസം വിദ്യാർത്ഥി റോഡ് റീടാറിംഗ് 20 ലക്ഷം, ഏനാംകുളം നവീകരണത്തിന് 17 ലക്ഷം, 14-ാം വാർഡിലെ 10-ാം നമ്പർ അംഗൻവാടി നിർമ്മാണത്തിന് 17 ലക്ഷം, എളവള്ളി പഞ്ചായത്ത് 4-ാം വാർഡിലെ 62-ാം നമ്പർ അംഗൻവാടി നിർമ്മാണത്തിന് 15 ലക്ഷം, മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേജ് ക്ലാസ് മുറികൾ നവീകരണത്തിന് 22 ലക്ഷം, മുല്ലശ്ശേരി 12-ാം വാർഡ് 35-ാം നമ്പർ അംഗൻവാടി നിർമ്മാണത്തിന് 15 ലക്ഷവുമാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സഹകരണ ജീവനക്കാരുടെ സംഘടനയായ കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ്
കൗൺസിലിന്റെ 16ാം സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ തൃശൂർ ടൗൺ ഹാളിൽ നടക്കും. സഹകരണ സംഘം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ജീവനക്കാരുടെ പ്രതിസന്ധികളും 2 ദിവസമായി നടക്കുന്ന സമ്മേളനം ചർച്ച ചെയ്യും. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ശനിയാഴ്ച സംസ്ഥാന പ്രസിഡന്റ് VM അനിൽ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, KCEC തൃശൂർ ജില്ലാ സെക്രട്ടറി KV മണിലാൽ, സംസ്ഥാന കമ്മിറ്റി അംഗം KN രവി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിന്ദു രാജീവ്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് CR രേഖ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,090 രൂപ, പവന് 72,720 രൂപ, വെള്ളി ഗ്രാമിന് 113 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,596 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. നടത്തറ പഞ്ചായത്ത് ഓഫീസ് കോൺഗ്രസ് മെമ്പർമാർ ഉപരോധിച്ചു. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. ഉപരോധ സമരത്തിനിടെ ഭരണസമിതി അംഗത്തെ കോൺഗ്രസ് പ്രവർത്തകർ തള്ളിയിട്ടതായി പരാതി. തൃശൂർ വടക്കേച്ചിറയ്ക്ക് സമീപമുള്ള വില്ലേജ് ഓഫീസിൽ മോഷണ ശ്രമം. ഓഫീസിന്റെ മുൻഭാഗത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തി. ചാലക്കുടി മേലൂരിൽ വീട്ടമ്മയെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് പണം തട്ടിയ സംഭവം. വീട്ടമ്മയുടെ പരാതിയിൽ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. കേരള ലോട്ടറി ടിക്കറ്റ് നിരക്കും സമ്മാനഘടനയും മാറ്റിയത് തിരിച്ചടിയാകുന്നു. ടിക്കറ്റ് വിൽപ്പന കുത്തനെ കുറഞ്ഞതായി വിൽപ്പനക്കാർ. ലോട്ടറി വിൽപ്പന മേഖല പ്രതിസന്ധിയിൽ. അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് അനുകൂല തീരുമാനമെന്നതോടെ ഗുരുവായൂരിലും പ്രതീക്ഷയുടെ ചൂളമ്പി. ഗുരുവായൂർ തിരുനാവായ പാത യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടുമെന്ന് പ്രതീക്ഷ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കടവല്ലൂർ പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണി ഉയർത്തുന്നു. വിള്ളൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നത് യാത്രക്കാർക്ക് ആശങ്കയ്ക്കിടയാക്കുന്നു. തൃശൂർ മൃഗശാലയുടെ ചുറ്റുമതിൽ തകർച്ചാ ഭീഷണിയിൽ. മതിൽ നിർമ്മാണത്തിനുള്ള തുക പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടും നിർമ്മാണം ആരംഭിച്ചില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.